ചൊല്ലുകയാണ് കേരളം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മളോട് ഒപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ഹരിദാസൻ. കായംകുളം പിന്നിട്ട് VS മടക്കയാത്രയിലാണ്. എന്തോർമ്മകളാണ് താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? സഖാവിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. സഖാവിനെ നേരിട്ട് വളരെ 1956 മുതൽ കാണുന്ന ഒരു സഖാവാണ്. ആ സഖാവിൻ്റെ അടുക്ക ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, കാര്യങ്ങൾ നടത്തിത്തരുകയും ചെയ്ത പ്രിയ സഖാവ് വേർപാടിൽ ഈ മുഴുവൻ കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ദേശീയ തലത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും തീരാനഷ്ടമാണ്. ആ ദുഃഖത്തിൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഞാൻ ഉൾക്കൊള്ളുന്ന കായംകുളം ചേരാവളി പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗത്തിനും വേണ്ടി ദുഃഖം, അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാനും എത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാണ്. നന്ദി ശ്രീ ഹരിദാസൻ. ഇതുപോലെ ഓരോ പ്രേക്ഷകരും കേരള വിഷൻ ന്യൂസിലൂടെ തങ്ങളുടെ ഓർമ്മകൾ, തങ്ങളുടെ സഖാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. VSന് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് കേരളം. വിലാപയാത്ര 20 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പുറക്കാടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് VSനെ കാണാൻ ആയിരങ്ങളാണ് നഗരവീതിയിൽ തടിച്ചുകൂടുന്നത്. തങ്ങളുടെ ജനനായകനെ ഒരു നോക്കു കാണാൻ. VS എന്ന രണ്ടക്ഷരം ലക്ഷോപലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമായി മാറുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാരണവരായി VSന്റെ ജീവിത ചരിത്രം എന്നാൽ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ചെറുത്തുനിൽപ്പുകൾ, പ്രതിഷേധങ്ങൾ, പിന്നെ ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം, ഒളിവ് ജീവിതം, അറസ്റ്റ് ദിവസങ്ങൾ നീണ്ട പോലീസ് മർദ്ദനം, മരിച്ചെന്ന് കരുതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിടത്തു നിന്ന് തിരിച്ചു വന്ന VS, ആ ജനനായകൻ വിപ്ലവ മണ്ണിലേക്ക് മടങ്ങുകയാണ്. പതിനായിരക്കണക്കിന് ജനങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി VS പുന്നപ്രയുടെ മണ്ണിലേക്ക് തിരികെ എത്തുകയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ മോഹൻലാൽ. VS വിടവാങ്ങുകയാണ്, പുന്നപ്രയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. എന്തോർമ്മകളാണ് താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? മാഡം, എൻ്റെ വീട് മുഹമ്മലാണ്. VSന്റെ വിയോഗത്തിൽ ആദ്യമായിട്ട് അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അദ്ദേഹത്തിന് ഞാനൊരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിലുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹം ഈ ഒരു യോഗത്തിന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. യോഗം കഴിഞ്ഞ് അദ്ദേഹമായിട്ട് അദ്ദേഹം വന്ന കാറിലേക്ക് പോകാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആ സമയത്തെല്ലാം നാട്ടിലെ കാര്യങ്ങളും മത്സ്യത്തൊഴിലാളിയുടെ കാര്യങ്ങളും ഒക്കെ ചോദിച്ച് കുശലപ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പോയൊരു അനുഭവം എനിക്കുണ്ട്. പിന്നീട് മറാരിക്കുളം നിയമമണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങിയത്. ആ പരാജയത്തിൽ ആ മണ്ഡലത്തിന് വേണ്ടി കൂടി തന്നെ ആ പരേതാത്മാവിനെ മാപ്പ് ചോദിക്കുന്നു. നന്ദി ശ്രീ മോഹൻലാൽ. ഓരോ പ്രേക്ഷകർക്കും പറയാനുള്ളത് വികാരനിർഭരമായ വാക്കുകളാണ്. VS എന്ന ജനകീയ നേതാവിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഓരോരുത്തരും. ഇപ്പോൾ വിലാപയാത്ര പുറക്കാട് എത്തുകയാണ്. വഴിയോരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് VSന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നത്. പ്രായമായവരടക്കം കൊച്ചുകുട്ടികളടക്കം തങ്ങളുടെ നേതാവിന് അവസാനമായി കാണാൻ, അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വഴികളിലുടനീളം കാത്തു നിൽക്കുകയാണ്. ജനങ്ങൾക്കിടയിലൂടെ പ്രവർത്തിച്ച നേതാവ് അവസാനമായി മടങ്ങുന്നതും ജനങ്ങൾക്കിടയിലൂടെ തന്നെയാണ്. ആ വിലാപയാത്ര പുറക്കാട് പിന്നിട്ട് കടന്നു വരികയാണ്. ജനങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി, മുദ്രാവാക്യങ്ങൾ ഏറ്റുവാങ്ങി
ചുവന്ന റോസാപ്പൂക്കൾ ഏറ്റുവാങ്ങി മടങ്ങുകയാണ് VS എന്ന ജനകീയ നേതാവ്. ആലപ്പുഴയിൽ നിന്നും പുന്നപ്രയിലെ വീട്ടിൽ നിന്നും വളർന്നു വന്ന VS അച്യുതാനന്ദൻ പിന്നീട് VS ആയി മാറുകയും VS എന്ന രണ്ടക്ഷരത്തിൻ്റെ മാതൃകയിൽ മലയാളിയുടെ ആകെ ഹൃദയത്തിൽ കുടിയേറി ചരിത്രപ്രതിഷ്ഠ നേടുകയും ചെയ്ത ചരിത്രമാണ് അദ്ദേഹത്തിൻ്റേത്. ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ച വിലാപയാത്ര 20 മണിക്കൂറുകൾ പിന്നിട്ടാണ് ആലപ്പുഴയിലേക്ക് എത്തുന്നത്. ആലപ്പുഴയിലെ പുന്നപ്ര വീട്ടിലേക്ക് രാത്രിയോടെ എത്തിക്കാൻ സാധിക്കുമെന്ന് കരുതിയ ഭൗതിക ശരീരം കൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോഴും പുറക്കാട് പിന്നിട്ടുന്നതേയുള്ളൂ. ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അവിടുന്ന് താൻ പ്രവർത്തിച്ചു വന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അവസാനമായി VS എത്തും. അവിടെ തൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ VSനായി കാത്തു നിൽക്കുകയാണ്. VS എന്ന ജനകീയ നേതാവിന് അവസാനമായി ഒന്ന് തൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. VS വളർന്നു വന്നത് അവിടെയാണ്. VS പ്രവർത്തിച്ച് വന്ന സ്ഥലമാണത്. അവിടെ നിന്നും താൻ വളർന്ന മണ്ണിലേക്ക് തിരികെ എത്തുമ്പോൾ VSന് വിട നൽകാൻ ആയിരങ്ങളല്ല 10,000-ങ്ങളാണ് കാത്തു നിൽക്കുന്നത്. VS തന്ന നിലപാടുകളും അദ്ദേഹം പകർന്നു തന്ന ആശയങ്ങളും വിപ്ലവങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി കാത്തു നിൽക്കുകയാണ് ഒരു ജനക്കൂട്ടം തന്നെ. ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നടക്കമുള്ള ആളുകൾ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുകയാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ. ആ നേതാവ് മൗനം പാലിച്ച് ആ ബസ്സിൽ വിലാപയാത്രയായി ജനങ്ങളുടെ ഇടയിലൂടെ കടന്നു പോവുകയാണ്. മലയാളികളുടെ ഹൃദയത്തിൽ കുടിയേറി ചിരപ്രതിഷ്ഠ നേടിയ ചെയ്ത ചരിത്രം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. ആ ചരിത്ര മുന്നേറ്റത്തിൻ്റെ അനിതര സാധാരണ മറ്റൊരു പ്രേക്ഷകൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ ഡേവിസ്. വിലാപയാത്ര ആലപ്പുഴയിലേക്ക് എത്തുകയാണ്. VS എന്ന നേതാവിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരും തങ്ങളുടെ മനോഹരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിലൂടെ. തങ്ങളുടെ ജനകീയ നേതാവിനെ ഒരിക്കൽ കൂടി ഓർക്കുകയാണ് ആ പ്രേക്ഷകരെല്ലാം തന്നെ. ആലപ്പുഴയിൽ നിന്നും കാളിദാസ് ഇപ്പോൾ ചേരുന്നുണ്ട്. കാളിദാസ്, വിലാപയാത്ര പുറക്കാട് പിന്നിടുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം പുന്നപ്രയിൽ എത്തിച്ചേരും. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വിലാപയാത്ര കേവലം 20 കിലോമീറ്റർ 20 കിലോമീറ്റർ ആ ഒരു എല്ലാവരും കാളിദാസിലേക്ക് തിരികെ എത്താം. അവിടുത്തെ വാർത്തകളെല്ലാം അറിയേണ്ടതുണ്ട്. ആലപ്പുഴയുടെ മണിമുത്തിന് പൊന്നോമനയ്ക്കായി VS എന്ന രണ്ടക്ഷരമെന്ന VS എന്ന ജനകീയ നേതാവിനായി കാത്തിരിക്കുകയാണ് പുന്നപ്ര. ആയിരക്കണക്കിന് ആളുകളുടെ അന്ത്യാഞ്ജലികൾ ഏറ്റുവാങ്ങി VS എന്ന ജനകീയ നേതാവ് വിട ചൊല്ലുകയാണ്. കേരളത്തിൻ്റെ മഹാനായ നേതാവാണ് വിടവാങ്ങുന്നത്. 1967 മുതൽ വിവിധ ഘട്ടങ്ങളിലായി 7 തവണ MLA ആയ നേതാവ്, 3 തവണ പ്രതിപക്ഷ നേതാവായും 5 വർഷം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും പ്രവർത്തിച്ച അദ്ദേഹം
2006 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അന്നു മുതൽ തന്നെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന നായകനാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, ജനങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വമാണ് ഇന്ന് വിടവാങ്ങുന്നത്. തൻ്റെ 102-ാം വയസ്സിൽ കേരള രാഷ്ട്രീയത്തോട്, കേരള ജനതയോട് വിട ചൊല്ലുകയാണ് VS അച്യുതാനന്ദൻ. തങ്ങളുടെ സഖാവിനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് കാത്തു നിൽക്കുന്നത്. കേരളത്തിൻ്റെ ജനകീയ നേതാവിൻ്റെ വിലാപയാത്ര പുറക്കാട് പിന്നിട്ട് വണ്ടാനത്തേക്ക് പോവുകയാണ്. അമ്പലപ്പുഴ കടന്ന്, വണ്ടാനം കടന്ന് പുന്നപ്പുറയിലേക്ക് എത്തുകയാണ്. ഇനി അമ്പലപ്പുഴയിലടക്കം നിരവധി ആളുകളാണ് ജനകീയ നേതാവിനായി കാത്തു നിൽക്കുന്നത്. തങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി, തങ്ങളുടെ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആയിരങ്ങളാണ്, പതിനായിരങ്ങളാണ് കാത്തു നിൽക്കുന്നത്. വർഷമായി പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാതിരുന്ന ഒരു മനുഷ്യനെ അവസാനമായി കാണാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടം തെളിയിക്കുന്നത് VS പകർന്ന സമരവീര്യത്തെ തന്നെയാണ്. മക്കളെ VSനെ കാണിക്കാനെത്തിയ രക്ഷിതാക്കളും ഏറെയാണ്. VSന്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള ബസ് കടന്നു പോകുമ്പോൾ കണ്ണേ കരളേ VS എന്ന്, ഇല്ല മരിക്കുന്നില്ല എന്ന് ഏറ്റു വിളിക്കുന്നവരിൽ ആ കുഞ്ഞുങ്ങളുമുണ്ട്. VS എന്ന സമരനായകന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആലപ്പുഴ. അവസാനമായി തൻ്റെ സഖാവിനെ കാണാൻ, തങ്ങളുടെ ജനകീയ നേതാവിനെ കാണാൻ, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ഏറെ ആളുകളാണ്. 20 മണിക്കൂർ പിന്നിട്ട വിലാപയാത്ര ഇപ്പോൾ വണ്ടാനത്തേക്ക് കടന്നു വരികയാണ്. ആയിരങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി VS എന്ന മഹാജനകീയ നേതാവ് വിടവാങ്ങുകയാണ്. തൻ്റെ സമര പോരാട്ടങ്ങൾക്ക് ചരിത്രം കുറിച്ച നാട്, ആ നാട് ഇപ്പോൾ വിപ്ലവ നായകന് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ്. ജനങ്ങൾക്കിടയിലൂടെ മൗനം പാലിച്ച് ആ നേതാവ് കടന്നു വരികയാണ്. തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് കാത്തു നിൽക്കുന്നത്. കണ്ടമിടറുമാറുച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി തങ്ങളുടെ സഖാവിനെ യാത്രയയക്കുകയാണവർ. മാരാരിക്കുളത്ത് നിന്ന് ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ശിവദാസൻ. VS മടങ്ങുകയാണ്. എന്തോർമ്മകളാണ് പങ്കുവയ്ക്കാനുള്ളത്? ഞാൻ KV ശിവദാസൻ, മാരാരിക്കുളം കണ്ണറക്കാട് ഭാഗത്തു നിന്നാണ് വിളിക്കുന്നത്. മുൻ LC മെമ്പറാണ്. സഖാവ് VSന് ആദ്യം എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സഖാവ് VSനെ ഓർക്കുമ്പോൾ സഖാവ് VS ജീവിച്ചിരിക്കുന്നതിൽ തത്വാധിഷ്ഠിതമായിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു വ്യക്തിയും കമ്മ്യൂണിസത്തിന്റെ ശരിയായിട്ടുള്ള സത്ത് ഉൾക്കൊണ്ട് പ്രവർത്തിച്ചുള്ള ഒരു വ്യക്തിയുമാണ്. VSനെ കുറിച്ച് പറയുമ്പോൾ VS തൊഴിലാളി വർഗത്തിനും പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി അതികഠിനമായ പോരാട്ടം നടത്തിയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 രക്തപുഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഓർക്കുമ്പോൾ EMS, AKG, VS ഈ 3 പേരെയും ഒരുമിച്ച് കൂട്ടി വായിക്കേണ്ടതാണ്. ഇന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും ഇതുപോലെ ആകാൻ കഴിയില്ല. ഇന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സാധാരണക്കാരന് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനത്തിലല്ല ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷെ VS എന്ന് പറയുന്ന വ്യക്തി എന്നും ജനഹൃദയങ്ങളിൽ 1000 വർഷം ജീവിക്കും. ഏത് നേതാക്കന്മാർ വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ 3 പേരെ, തൊഴിലാളി വർഗം, പാവപ്പെട്ട വർഗം, ഈ 3 പേരെയായിരിക്കും തികച്ചും ഓർക്കുക. കാരണം ജനഹൃദയങ്ങളിൽ ഉൾക്കൊണ്ട് പ്രവർത്തിച്ച് സ്വന്തം ജീവത്യാഗം സഹിച്ച വ്യക്തികളാണ് ഈ 3 പേര്. EMS, AKG, VS. VSനെ ഒരു കാരണവശാലും മറക്കാൻ കഴിയില്ല. VSന്റെ 2 തെരഞ്ഞെടുപ്പിൽ ബൂത്ത് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനും VS സെക്രട്ടറി ആയിരുന്നപ്പോൾ VSന്റെ കൂടെ
എസ്കോട്ട് പോകാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയോ ഞാൻ ഇന്ന് വരെ VSന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരുടെ അടുത്തോ പോയിട്ടില്ല. പക്ഷെ VS എന്ന് പറയുന്ന വ്യക്തിയെ തികച്ചും എനിക്ക് അഭിമാനമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്ന നിലയിൽ 29 വർഷം ഞാൻ പാർട്ടി മെമ്പറും ലോക്കൽ കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിട്ട് ഇരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഉള്ളിറങ്ങി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രവർത്തനത്തിൽ യാതൊരു വിശ്വാസവും എനിക്കില്ല. 1000 പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ലാൽ സലാം സഹാബി. നന്ദി ശ്രീ ശിവദാസൻ. ഓരോ പ്രേക്ഷകരും തങ്ങളുടെ ഓരോ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. തങ്ങൾക്ക് ആരായിരുന്നു VS എന്ന് പങ്കുവയ്ക്കുകയാണ് അവർ. ആലപ്പുഴയിൽ നിന്നും കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, ഇപ്പോൾ അധികം മണിക്കൂറുകൾക്കകം തന്നെ പുന്നപ്രയിലെ വീട്ടിലേക്ക് VS എത്തിച്ചേരും. ഇപ്പോഴും അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ. മന്ത്രിമാരടക്കം വേലിക്കകത്ത് വീട്ടിൽ ഇപ്പോൾ ഉണ്ടോ? എന്താണിപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? മന്ത്രിമാരടക്കമുള്ള നിരവധി ആളുകൾ ഇതിന്റെ നിലയിൽ തന്നെ അക്ഷമരായി തന്നെ കാത്തിരിക്കുകയാണ്. ഈ വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു കാത്തിരിപ്പ് തുടരുന്നത്. ഒപ്പം തന്നെ സംഘർഷാവസ്ഥ ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകയിലേക്ക് കൂടിയാണ് പോകുന്നത്. തൃശ്ശൂരിൽ നിന്നും ശ്രീ മറിയാമ്മ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീമതി മറിയാമ്മ. VS എന്ന ജനകീയ നേതാവ് വിടവാങ്ങാൻ ഒരുങ്ങുകയാണ്. എന്തോർമ്മകളാണ് പങ്കുവയ്ക്കാനുള്ളത്? VSന്റെ വേർപാടില് ഞാൻ ദുഃഖത്തിൽ പങ്കുചേരാൻ കുടുംബത്തോടും പാർട്ടിയോടും കൂടെ പങ്കുചേരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഞാൻ വീട്ടില് TV-യിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് VSനെ. ഞാൻ തൊട്ടടുത്ത് കണ്ടിട്ടില്ലെങ്കിൽ തന്നെയും തൃശ്ശൂരൊക്കെ മീറ്റിങ്ങിന് ഒക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടുതൽ അറിയാനും ആളെ കുറിച്ച് ഇത്രയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ കൂടുതൽ അറിയാൻ എനിക്ക് സാധിച്ചു. ഈ ദുഃഖത്തിൽ ഞാൻ പകർന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരച്ഛനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ വിലയിരുത്തുന്നു. നന്ദി ശ്രീ മറിയാമ്മ. ഓരോ പ്രേക്ഷകർക്കും പങ്കുവയ്ക്കാനുള്ളത് VS എന്ന നേതാവിൻ്റെ ഓർമ്മകൾ തന്നെയാണ്. വിപ്ലവ സൂര്യൻ VS അച്യുതാനന്ദന് കണ്ണീരോടെ കേരളം വിട ചൊല്ലുകയാണ്. പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ജനസാഗരമാണ് ഒഴുകിയെത്തുന്നത്. കണ്ണേ കരളെ VS ഇല്ല മരിക്കുന്നില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവർ തങ്ങളുടെ ചങ്കിടിപ്പായ നേതാവിന് യാത്രാമൊഴിയേകുന്ന വൈകാരിക രംഗങ്ങളാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. പല ജില്ലകളിൽ നിന്നായി തങ്ങളുടെ നേതാവിനെ അവസാനമായി കാണാൻ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ഒഴുകിയെത്തുന്ന ജനക്കൂട്ടമാണ് ആലപ്പുഴ ജില്ലയിൽ കാണാൻ സാധിക്കുന്നത്. വിലാപയാത്ര ഇപ്പോൾ പുറക്കാട് പിന്നിട്ട് അമ്പലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾക്കകം തന്നെ പുന്നപ്രയിലെ വീട്ടിൽ VS എത്തും. അവസാനമായി VS പുന്നപ്രയിലെ വീട്ടിലെത്തുകയാണ്. അവിടെയും നീണ്ട നിര തന്നെയാണ് VSനെ കാണാനായി കാത്തു നിൽക്കുന്നത്. പല ജില്ലകളിൽ നിന്നായി എത്തിയ നിരവധി പേർ VSനെ കാണുന്നതിനായി VSന്റെ വേലിക്കകത്ത് വീട്ടിലടക്കം കാത്തു നിൽക്കുകയാണ്. അവിടെ തൻ്റെ സഹപ്രവർത്തകരുണ്ട്, മന്ത്രിമാരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരും VSനെ അവസാനമായി സ്വീകരിക്കുന്നതിനായുള്ള കാത്തിരിപ്പിലാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവർ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനായി. ആ നേതാവിനെ അവസാനമായി കാണുന്നതിനായി, യാത്ര അയക്കുന്നതിനായി അവർ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. പലപ്പോഴും പാർട്ടിയുടെ പൊതുനിലപാടിനെതിരെ VS ചങ്കുറപ്പോടെയാണ് നിലകൊണ്ടത്. ആ നിലപാടുകളാണ് ഓരോ ജനങ്ങളുടെ ഹൃദയത്തിലും ഇന്നും VS എന്ന ജനകീയ നേതാവിനെ ഓർത്തെടുക്കുന്നതിൽ
മുൻപന്തിയിലുള്ളത്. വിലങ്ങാട് നിന്നും മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. നമസ്കാരം ശ്രീ വിൻസ്. VS എന്ന സമരനായകൻ വിടവാങ്ങുകയാണ്. എന്താണ് VS എന്ന നേതാവിനെ കുറിച്ച് താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? VSന് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവിധ ദുഃഖങ്ങളും രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ 102 വയസ്സ് വരെയും ആയുസ്സോടെ ദൈവം ശക്തി കൊടുത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്ര നാളും ദൈവം ആയുസ് കൊടുത്തല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷവും. എന്നാലും ദുഃഖമുണ്ട്. അത്ര ഞങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളൂ, ദുഃഖമാണ്. നന്ദി ശ്രീ വിൻസ്. വിളിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം ആ ജനകീയ നായകനെ വിട നൽകുകയാണ്, അനുശോചനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും വികാരനിർഭരമായാണ് സംസാരിക്കുന്നതടക്കം. ജനകീയ നേതാവാണ് വിടവാങ്ങുന്നത്. എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്ന, എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത, എല്ലാവരുടെയും വാക്കുകൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ച നേതാവാണ് വിടവാങ്ങുന്നത്. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന നേതാവ്. ആ ഉറച്ചു നിൽപ്പാണ്, തൻ്റെ നിലപാടുകളാണ് ഓരോ ജനങ്ങൾക്കും VS ആരാണ് എന്നതിൽ കൂടുതൽ വ്യക്തത വന്നത്. ആ VSനാണ് ജനം വിട നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സ്നേഹിച്ചിരുന്ന ഒരു ജനത സമരനായകന് യാത്രാമൊഴിയേകുകയാണ്. പുഴയിലേക്ക് എത്തുന്ന VS മണിക്കൂറുകൾക്കകം തന്നെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് കാളിദാസ് ഇപ്പോൾ ചേരുന്നുണ്ട്. കാളിദാസ്, ഇനി മണിക്കൂറുകൾ മാത്രമാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് VS എത്താനുള്ളത്. അമ്പലപ്പുഴയിൽ എത്തി നിൽക്കുകയാണ് വിലാപയാത്ര. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണോ? വൻ തിരക്ക് തന്നെയാണോ വേലിക്കകത്ത് വീട്ടിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അഭൂതപൂർവമായ തിരക്കാണ് ഇപ്പോൾ വീട്ടിൽ അനുഭവപ്പെടുന്നത്. ഇപ്പോളം ജനബാഹുല്യം തന്നെ പറയാനുണ്ടാക്കി. കൂടുതൽ ആളുകൾ ഓരോ സീറ്റിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിലാപയാത്ര വീട്ടിലത്തെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ ഇനി അധിക സമയമില്ല. അമ്പലപ്പുഴ എന്നാൽ VSന് ഉപരിയല്ല, അല്ലെങ്കിൽ അമ്പലപ്പുഴയെ ഒരുപാട് ചരിത്രം പറയാൻ VSനെ സംബന്ധിച്ചും സൂചിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി ചരിത്രങ്ങൾ അമ്പലപ്പുഴയെ സംബന്ധിച്ചും നമുക്ക് വായിച്ചെടുക്കാൻ. അങ്ങനെയാണ് ആലപ്പുഴയിലെ ആരാധികളൊക്കെ തന്റെ പണം നയിച്ച് നിയമസഭയിലെ ഏറെ ശക്തമായി കാലത്ത് VS പാർട്ടിക്കുള്ളിൽ പോലും കടുത്ത നിലപാടിൽ, അല്ലെങ്കിൽ ആ നിലപാടുകൾ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഓർമ്മകളൊക്കെ ജനങ്ങൾക്ക് സമയത്ത് പോരാടിയ ആ ശബ്ദങ്ങളൊക്കെ അതിനെതിരെ പ്രചോദനമായത് ഇന്നും പോരാടുന്നത് ഒരു പോരാടുന്നുണ്ടെങ്കിൽ ആ ശബ്ദം അത് ആ ശബ്ദമായിരുന്നു. പല നമുക്കറിയാതെ ഓർത്തു പോകും ഈ നിമിഷങ്ങളിൽ. ഈ ഒരു വെളിച്ചുറത്തെ
ഈ ഒരു അന്തരീക്ഷം കണ്ടാൽ ഈ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത് മാത്രമാണ് ഓർമ്മ കരളെ എന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനങ്ങൾ ഇപ്പോഴും ഈ ഒരു നീണ്ട നിരയിൽ കൃത്യമായി ക്ഷമ പാലിച്ച് അവർ നിൽപ്പ് തുടരുകയാണ്. മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അമ്പലപ്പുഴയിൽ നിന്നും ലേക്ക് പ്രിയപ്പെട്ടവരുടെ മൃതശരീരം എത്തിക്കാൻ ക്രമീകരണങ്ങളടക്കം പൂർത്തിയായിക്കഴിഞ്ഞു. പോലീസുകാരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളടക്കം പോരുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് അവധിയാണ്. കുട്ടികളടക്കമുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ട് മൃതദേഹം കാണാനായി ചേർന്നുകൊണ്ടിരിക്കുന്നു. ഈ ആലപ്പുഴയിൽ തന്നെ അന്തിയുറങ്ങാനുള്ള പോവുകയാണ്. അത് സമരപ്പോരാളിക്കൊപ്പം അവരോടൊപ്പമാണ് തന്റെ നിതാന്ത തന്റെ ഈ ഒരു പോരാട്ടത്തിന് നമുക്ക് ഇനി അങ്ങനെ ഒരാളില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് പോലത്തെ ജനങ്ങളിലേക്ക് മുറിവുമ്പോൾ വിഷമത്തിലേക്കാണ് അത് ആളുകൾ വളർന്നു വരുന്ന ആളുകൾ അവരെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള കാഴ്ചകളടക്കം കാണാൻ സാധിക്കും. അതിന് നടക്കാനാവാതെ കാലിനത്രത്തോളം നീര് വന്ന് നടക്കാനാവാത്ത ഒരു അമ്മയെ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു. ആ അമ്മ പോലും തന്റെ കുട്ടികളെ പോലും അവഗണിച്ചുകൊണ്ട് വോളണ്ടിയർമാരുടെ പിന്തുണയോടെ അവർ ഈ ഒരു ദേശത്തിലേക്ക് അങ്ങനെ നിരവധി പേർ കാർത്തുക. നമുക്കത് പറയാൻ വാക്കുകളില്ല. അല്ലെങ്കിൽ എണ്ണമറ്റ ആളുകളാണ് ദിവസവും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. വിലാപയാത്രയെ അനുഗമിക്കുന്നത് നിരവധി ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പോലെ ഈ സമയക്രമത്തിൽ എന്തായാലും മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം ജനബാഹുല്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപൂർവപൂർവമായ ഒരു തിരക്കാണ് സമയക്രമത്തിലിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 4 ഉള്ളത് അത് ഇനിയും വീഴുകയേ ഉള്ളൂ എന്നുള്ളതാണ് CPM നേതാക്കളടക്കം പ്രതികരിച്ചിരിക്കുന്നത്. 4 മണിയോടുകൂടി ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകളിൽ ഉദ്ഘാടനമാണ് കരുതിയിരുന്നതെങ്കിലും ഈ ഒരു ജനബാഹുല്യം അല്ലെങ്കിൽ ജനങ്ങളുടെ ഈ ഒരു സ്നേഹത്തെ അവഗണിച്ച് വിയത്തിനെ മണ്ണിലേക്ക് അടക്കിയാൽ അത് വിയത്തിന് സഹിക്കില്ല എന്നുള്ളതാണ് CPM നേതാക്കളടക്കം. ഒരു പ്രേക്ഷകൻ UK